ഇതിൽ ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യൂ, എന്തായിരിക്കും നെക്സ്റ്റ് സെഷൻ? മാജിക്. ഓക്കെ, എന്നാൽ മാജിക്കിൻ്റെ ഒപ്പം ഒന്നും കൂടെ ഉണ്ട്, അതെന്തായിരിക്കും? എങ്ങനെ? ഇവിടെ നിന്ന് ഒരു ഗസ് വന്നിട്ടുണ്ട്, പറഞ്ഞോ. നീ അസ്യൂം ചെയ്ത് പറഞ്ഞോ, കുഴപ്പമില്ല. വെൻട്രിലോക്വിസം എന്താന്ന് വല്ല ധാരണയുണ്ടോ? ഉണ്ടോ ആർക്കെങ്കിലും? എന്നാൽ വെൻട്രിലോക്വിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആർട്ട്. അടുത്തായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന മാജിക് ആൻഡ് വെൻട്രിലോക്വിസം സെഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആൻഡ് ആ സെഷൻ അവതരിപ്പിക്കാനായിട്ട് ഈ രംഗത്ത് വർഷങ്ങളുടെ പരിചയ സമ്പത്തല്ല ശ്രീ ശരവണൻ പാലക്കാടാണ് വേദിയിലേക്ക് എത്തുന്നത്. ചില പ്രത്യേക വിഷയത്തിൽ മനുഷ്യനും ഒരു പാവയും തമ്മിലുള്ള രസകരമായിട്ടുള്ള സംഭാഷണം ആണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെൻട്രിലോക്വിസം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു പാവയെ കയ്യിൽ പിടിച്ചിട്ട് ഒരാളും ഈ പാവയോട് സംസാരിക്കണത്? അപ്പൊ എങ്ങനെ ഈ പാവ സംസാരിക്കണേ? പാവ സംസാരിക്കുവോ? ഇല്ല. അപ്പൊ പിന്നെ ആരാ സംസാരിക്കണേ? അതെങ്ങനെ നമുക്ക് വായനെ കണ്ട് സംസാരിക്കാൻ പറ്റുക? നമുക്ക് പറ്റുമോ വായനെ കണ്ട് സംസാരിക്കാൻ? പറ്റോ? ഇല്ല, എനിക്കും പറ്റില്ല. അപ്പൊ അതെങ്ങനെയാ പറ്റാന്ന് നമുക്ക് സാറ് വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ പാവയ്ക്ക് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും സംസാരിക്കുന്നത് ഒരൊറ്റ ആൾ തന്നെയായിരിക്കും. അതാണ് ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത. നർമ്മത്തിൽ പൊതിഞ്ഞ ചോദ്യോത്തരങ്ങൾ, എന്തെങ്കിലും അറിവോ ജീവിതത്തിൽ പകർത്തേണ്ട ഒരാശയമോ ഉണ്ടാകും. ശബ്ദ നിയന്ത്രണത്തിലൂടെ കലാപരമായും ആശയപരമായും അറിവുകൾ പങ്കുവെക്കുന്ന പരിപാടിയാണ് വെൻട്രിലോക്വിസം എന്ന് പറയുന്നത്. സോ ഈ സെഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രീ ശരവണൻ പാലക്കാടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ പൊന്നാട അണിയിച്ച് സാറിനെ ആദരിക്കാനായിട്ട് അമൃത TV പ്രൊമോ ആൻഡ് സ്പിരിച്വൽ ഡിവിഷൻ ഹെഡ് ശ്രീ ദിലീപ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി.
ഇനിയും നമ്മുടെ കളിയിൽ അല്പം കാര്യം സീസൺ 2 സമ്മർ ക്യാമ്പിലെ കുട്ടികളെ ഞെട്ടിപ്പിക്കാനായിട്ട് ഒട്ടനവധി അടിപൊളി ട്രിക്സ് സാറിൻ്റെ കയ്യിലുണ്ട്. സോ സാറിനെ പൊന്നാടി അണിച്ച് സ്വീകരിക്കാനായിട്ട് അമൃത TV പ്രൊമോ ആൻഡ് സ്പിരിച്വൽ ഡിവിഷൻ ഹെഡ് ശ്രീ ദിലീപ് സാറിനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ. മൻഹ. ആഹാ, പേരെന്താ? ഈശ്വർ. ഈശ്വർ. രണ്ടുപേർക്കും നല്ലൊരു കയ്യിൽ കൊടുത്തേക്കും. ഞാൻ എൻ്റെ നാവിൽ ശൂലം തറച്ചിരുന്നോ? ആ, ഞാൻ എൻ്റെ നാവിൽ ശൂലം തറയ്ക്കുകയാണെങ്കിൽ അത് മാജിക് ആയിരിക്കും അല്ലേ? അല്ലേ? അത് റിയൽ ആകണമെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും നാവിൽ തറയ്ക്കണം അല്ലേ? ഇയാളുടെ നാവിൽ ശൂലം തറയ്ക്കാൻ ആഗ്രഹിക്കുന്നൊന്ന് കൈയടിക്കാവോ? ആ, താങ്ക് യു. ഇനി ഇയാളുടെ നാവിൽ തറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ സ്നേഹമുള്ള ആളുകളാണ്. ആണോ? ഇങ്ങനെയാണോ? കൂട്ടുകാരെ അപകടത്തിലേക്ക് തള്ളിവിട്ട് ചിരിക്കുന്നവരാണോ നിങ്ങൾ? കൈയടിക്കുന്നവരാണോ നിങ്ങൾ? ഇവരുടെ നാവിൽ ശൂലം തറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? കേൾക്കുന്നില്ല. വേണ്ട. അപ്പൊ ഞാൻ എൻ്റെ നാവിൽ തന്നെ തറയ്ക്കാം അല്ലേ? അല്ലേ? ആ, ഓക്കെ പ്രിയമുള്ളവരെ, ഈ പ്രോഗ്രാം ഞാനും നിങ്ങളും ചേർന്ന് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചില പ്രോഗ്രാമൊക്കെ ഞാൻ നിങ്ങളെ വിളിക്കാം കേട്ടോ. ഞാൻ എൻ്റെ നാവിലേക്ക് ശൂലം തറയ്ക്കുകയാണ്. എൻ്റെ വേദന നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാവൊന്ന് മറച്ചു പിടിക്കുക. എൻ്റെ നാവിൽ ശൂലം തറച്ചിരുന്നോ? തറച്ചിരുന്നു. നാവിൽ ഒട്ടിയിട്ടാൽ എന്ത് സംഭവിക്കും? ഒട്ടിയിട്ടാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹോള് കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്ത് വരും? ഓക്കെ പ്രിയമുള്ളവരെ, മാജിക് എന്ന് പറയുന്നത് സൂത്രങ്ങൾ കൊണ്ടുള്ള ഒരു കലാരൂപമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ സംശയിക്കുക, ചോദ്യം ചെയ്യുക, അന്വേഷിക്കുക, കണ്ടെത്തുക. തീർച്ചയായും മാജിക് പഠിക്കാൻ കഴിയും. ഞാൻ ഇനി മറച്ചു പിടിക്കാതെ നാവിൽ തറയ്ക്കാൻ പോവാം. ഓസിക്ക് ഒരു മാജിക് പഠിച്ചൊരു കൈയടിക്കാതിരിക്കുകയാണോ? ആ കർച്ചിഫ് ഇതിനകത്തേക്ക് ഇട്ടേ, അകത്തേക്ക് പോട്ടെ. അയ്യോ, താഴെ പോയല്ലോ. സിബിട്ടില്ല കേട്ടോ, അതിൻ്റെ അല്ല ഇതിൻ്റെ. ഓക്കെ, ഇനി കർച്ചിഫ് അതിനകത്തേക്ക് ഇട്ടേക്ക്. ഇപ്പോൾ കർച്ചിഫ് എവിടെ ഉണ്ട് അല്ലേ? മോൾ ചെയ്യേണ്ടത് ആ കർച്ചിഫ് എടുത്തിട്ട് അവരോട് ഒന്ന് ഹായ് എന്ന് പറഞ്ഞേക്ക്. കർച്ചിഫ് എടുത്ത് വേഗം എടുത്തു. ഇല്ലേ? എടുക്ക്, നീ എടുക്ക്. നോക്കട്ടെ, ഹായ് എന്ന് പറഞ്ഞേക്ക്. കർച്ചിഫ് എടുക്ക്, ഹായ് പറയും. ഉണ്ടല്ലോ ഇതിനകത്തേക്കിട്ട് വേഗം മോളെ പ്ലീസ് എടുക്ക്. കാണാനില്ല. ഇല്ല, മോനിപ്പുറത്തോ മോളപ്പുറത്തോ? ഒരു പക്ഷെ സ്ഥലം മാറിയാൽ ശരിയായിരിക്കും അല്ലേ?
യെസ് റൈറ്റ്. മോളെ കർച്ചിഫ് എടുത്തോ, ഹായ് പറഞ്ഞേക്ക്. ഇട്ടോ അതിനകത്ത്. യെസ്, കണ്ണടിച്ച് വേഗം എടുത്തിട്ട് ഹായ് എന്ന് പറഞ്ഞേക്ക്. കണ്ണടിക്കടാ. എടുത്തോ. ഓക്കെ ഓക്കെ പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം ആളുകൾക്ക് ഇപ്പോൾ പാമ്പ് കടി ഏൽക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം, ചൂട് കൂടിയത് തന്നെ ഇത്തരം ജീവികളൊക്കെ തന്നെ എന്താണ് പുറത്തിറങ്ങും. അതുകൊണ്ട് അനാവശ്യമായി നിങ്ങൾ കളിപ്പാട്ടങ്ങളും മറ്റൊക്കെ എടുക്കുന്ന സമയത്തും ഷൂസ് എടുക്കുന്ന സമയത്തും പന്തോ മറ്റൊക്കെ കളിപ്പാട്ടങ്ങൾ ചപ്പോ ചവറിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇത്തരം ജീവികളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? താങ്ക് യു. എന്താണ് പേര്? ഇഷാൻ. നിഷാൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു. കേൾക്കുന്നില്ല? ഇവിടെ നിൽക്കുന്നു. നുണ പറയില്ല അല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബ്രഷ് പരിചയപ്പെടുന്നുണ്ട്. ഈ ബ്രഷ് ഒരിക്കുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവുന്നുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ഞാൻ ഏത് വശത്താണ് ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നത് പറയണം കേട്ടോ. ഇവിടെ വരച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡാന്ന് പറയും അല്ലേ? നുണ പറയത് ലെഫ്റ്റ് ആണോ? അത് ഇത് ലെഫ്റ്റ് ആണോ? ഇത് ലെഫ്റ്റ് ആണോ? ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കണം? ലെഫ്റ്റ് ആണോ? റൈറ്റ് ആണോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന റൈറ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ്. ഇപ്പോൾ നടുവില്, റൈറ്റില്. ഏത് വശത്താണ് ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നത് പറയണം കേട്ടോ. റൈറ്റില്, നടുവിലായിട്ട്. ലെഫ്റ്റില്, റൈറ്റില്, റൈറ്റില്, നടുവില്, ലെഫ്റ്റില്, നടുവില്, റൈറ്റില്, ലെഫ്റ്റില്, നടുവില്, റൈറ്റില്. ഓക്കെ ഓക്കെ പ്രിയമുള്ളവരെ, ഇയാളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ശരിയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ബ്രഷ് ഒരിക്കുമെങ്കിൽ നല്ല ശബ്ദം ഉണ്ടാകുമെന്ന്. ശബ്ദത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്, സ്പർശനത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ സെൻസുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. കയറ് കണ്ട് പാമ്പാണെന്ന് കരുതുന്ന പോലെ, വാഴ കണ്ട് പ്രേതമാണെന്ന് കരുതുന്ന പോലെ അത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ് പ്രിയപ്പെട്ട ഈ കൊച്ചു കൂട്ടുകാരനുണ്ടായത്. എന്നാൽ ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ട ഈ കൂട്ടുകാരനെയല്ല, മയക്കുമരുന്ന് ശീലിക്കുന്ന ആളുകളില്ല. കാണാത്ത കാണുകയും കേൾക്കാത്ത കേൾക്കുകയും അന്തരീക്ഷത്തിൽ പാറു നടക്കുകയും അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിൽ പോകുന്നു മയക്കുമരുന്ന് ശീലിക്കുന്ന ആളുകൾ. എന്നാൽ പഞ്ചാബ് കഴിഞ്ഞാൽ മയക്കുമരുന്ന് ശീലിക്കുന്ന തൊട്ടടുത്ത സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സന്തോഷമെങ്കിൽ ഒന്ന് കൈയടിച്ചൂടെ? ഓക്കെ, എന്തിനാ കൈയടിച്ചെന്ന് വല്ല ബോധമുണ്ടോ? ഇല്ല. ഈ ബോധമില്ലായ്മയാണ് പ്രിയമുള്ളവരെ മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ട് കേരളം ഇന്ന് ലഹരിയുടെ പിടിയിലാണ്. ലഹരി ഇല്ലാതാക്കാൻ മനുഷ്യനായി പിറന്ന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ലഹരി മാഫിയകൾ വട്ടം ചുറ്റി പറക്കുന്ന വിദ്യാർത്ഥിനികളെ നോട്ടമിട്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ലഹരിയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തുന്നതെന്ന കാര്യം മനസ്സിൽ ഓർമ്മിക്കുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത മാജിക്കിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത മാജിക്കിനായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതിൻ്റെ കയ്യിൽ ചെറിയൊരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിനകത്ത് എന്താണ് സാധനം എന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയും. കാരണം ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെന്നാണ് ആളുകൾ കരുതുന്നത് അല്ലേ? ഇതെന്താണ്? മദ്യമാണ്. മദ്യം തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തുടങ്ങുന്നു. ചെറിയ ഒരു ഗ്ലാസ് മദ്യം. ഇയാൾ മദ്യം നുകർന്നു കഴിഞ്ഞാൽ, ഇത് ആസ്വദിച്ചു കഴിഞ്ഞാൽ, ലഹരി ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വന്നാലേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് പോകും. അവസാനം ഇയാൾ ഇതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരും അല്ലേ? ഇയാൾ രാത്രി കാലം മാത്രമാണ് മദ്യപിച്ചിരുന്നെങ്കിൽ ഇയാൾ രാത്രി എന്നില്ല, പകലെന്നില്ല, ഏത് സമയം മദ്യപിക്കാം എന്ന അവസ്ഥയിലേക്ക് പോകും അല്ലേ? നല്ല മുഴുക്കൂടിയനായി തീരും എന്ന കാര്യമാണ്. പ്രിയപ്പെട്ട ശ്രദ്ധിക്ക്, ഏതൊരു രോഗം പോലെ തന്നെ മദ്യപാനത്തിനും ചികിത്സ ആവശ്യമാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ ലിവർ സിറോസിസ്, ക്യാൻസർ, ഹൃദ്രോഗ സാധ്യതകൾ, നാഡി തളർച്ച, ഇന്ന് കാണുന്ന ഒട്ടുമിക്ക അപകടങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ലഹരിയാണ്. അതുകൊണ്ട് ലഹരി ഉപേക്ഷിക്കേണ്ടത് എപ്പോഴാണ്? അപകടം സംഭവിക്കുമ്പോഴാണോ? ആണോ? അല്ല. രോഗം വരുമ്പോഴാണോ? അല്ല. എങ്കിലും പങ്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കണമെന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ കയ്യിലുള്ള ഈ ഡൈ ഞാൻ ഇവിടെ ഈ ടേബിളിനകത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ? കണ്ടില്ലേ? വളരെ ശ്രദ്ധിക്കുക. ഈ മാജിക് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്ന കാര്യം കൂടെ ഉണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് 4 ഡോറുകളുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4. അതായത് മാജിക്കിലെ ക്ലാസിക് ഐറ്റംസ് എന്ന് അറിയപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ് ഡൈ ബോക്സ് എന്നാണ് പറയുന്നത്. ഈ ബോക്സിനകത്തേക്ക് ആ ഡൈ ഞാനൊന്ന് ഇറക്കി വെക്കുക. വളരെ വ്യക്തമായി നിങ്ങൾക്കിത് കാണാം. ഈ ഡൈ ഞാൻ ഈ ബോക്സിനകത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡൈ എവിടെ ഉണ്ടെന്ന് പരിശോധിക്കാം അല്ലേ? ഇവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഡൈ ഇവിടെ ഇല്ല. ഉണ്ടോ? സംശയം സ്വാഭാവികമാണ്. ഡൈ ഇവിടെ ഉണ്ടെന്ന് തോന്നിയേക്കാം. ഇവിടെ ഉണ്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും കാണില്ല.
ഈ വശത്തോ? ഇവിടെ ഉണ്ടെന്നാണോ പറയണേ? ഈ വശത്താണോ? ഓക്കെ, ഈ വശത്ത് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡൈ ഇവിടെ ഇല്ല. ശരി, ആരെങ്കിലും ഒരാൾ എണീറ്റുന്ന ഇവിടെയാണോ പറയാമോ? 2 ഡോറുകൾ തുറക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ പ്രിയമുള്ളവരെ, 2 ഡോർ തുറക്കാനാണ് കൊച്ചു കൂട്ടുകാരി പറഞ്ഞത്. നമുക്ക് നോക്കാം നമ്പർ 1 ആൻഡ് നമ്പർ 2. ഇപ്പുറത്തെ 2 ഡോറാണ് പറഞ്ഞത്. കേൾക്കുന്നില്ല. 4 ഡോർ തുറക്കണമെന്ന് പറഞ്ഞല്ലേ? യെസ്, പറയുമ്പോൾ ശരിക്കും പറയണ്ടേ? ഓക്കെ, നമ്പർ 1 ആൻഡ് നമ്പർ 2, നമ്പർ 3 ആൻഡ് നമ്പർ 4 ഡൈ വാനിഷ്. ആ ബോക്സ് തിരിക്കാനാണ് പറഞ്ഞത്. പറയുമ്പോൾ വ്യക്തമായി പറയണ്ടേ? ഓക്കെ, നമ്പർ 1 ആൻഡ് നമ്പർ 2, നമ്പർ 3 ആൻഡ് നമ്പർ 4 ഡൈ ഇവിടെ ഇല്ല. അടുത്ത മാജിക്കിനായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന കയ്യില ഒരു ബക്കറ്റ് ഉണ്ട് കേട്ടോ. കൂടാതെ 3 കളർ അല്ലെ ജ്യൂസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഈ ക്യാമ്പിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് അറിവ്, ആഘോഷം, ആനന്ദം എന്നാണ്. അറിവ് കിട്ടിയോ? ആഘോഷിക്കാൻ പറ്റിയോ? ആനന്ദിക്കാൻ പറ്റിയോ? ഈ 3 കാര്യങ്ങളും കിട്ടുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ്? യോഗ. നമുക്ക് ആഘോഷമാകും, ആനന്ദമാകും, അറിവുമാകും അല്ലേ? യെസ്, ഇതുമായി ബന്ധപ്പെട്ടൊരു മാജിക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി പരിചയപ്പെടുന്നു. കാലിയായ ഒരു ബക്കറ്റിനകത്തേക്ക് ഇവിടെ എൻ്റെ ഗ്രീൻ നിറമുള്ള ഒരു ജ്യൂസ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. യെസ് റൈറ്റ്. ഇനി നമുക്ക് ചുവപ്പ്, this one white. അപ്പോൾ അമൃത ടി വി ഒരുക്കുന്ന ഈ സമ്മർ ക്യാമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് 3 കാര്യമാണ്. അറിവ്, ആഘോഷം, ആനന്ദം എന്ന് മാത്രമല്ല നിരവധി കാര്യങ്ങൾ വേറെയും കിട്ടുന്നുണ്ട് അല്ലേ? ഈ 3 കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്താൽ ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വേണ്ട സമയത്ത് ഇതെല്ലാം എന്ത് ചെയ്യണം? വേർതിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഞാൻ പരിചയപ്പെടുന്ന കയ്യിൽ 1, 2, 3 ഗ്ലാസ്സുകളുണ്ട്. ഓക്കെ, ഇതേ ഞാൻ അറിവൊന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ആനന്ദമൊന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ദെൻ പിന്നെയുള്ളത് ആഘോഷമാണ്. ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ മാജിക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും കേട്ടോ. നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലൊരു പേപ്പർ ഞാൻ കത്തിക്കുകയാണേ. അടുത്ത മാജിക്കിന് വേണ്ടി രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാളെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കാം. പ്ലീസ്, ആരെങ്കിലും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന്. ആഹാ, യെസ് സർ, പ്ലീസ്. ഹലോ സർ, സാറിൻ്റെ പേരെന്താ? സുഹേൽ. എന്ത് ചെയ്യുന്നു? കളരി മർമ്മ ചികിത്സ. സുഹേൽ, പ്ലീസ് സാറൊക്കെ ഒരു കയ്യടി കൊടുത്തേക്കേ പ്ലീസ്. സാറിൻ്റെ മനസ്സൊന്ന് ഞാൻ വായിക്കാൻ പോവാണ്. ബുദ്ധിമുട്ടുണ്ടോ? മനസ്സുള്ള എല്ലാ കാര്യങ്ങളും പറയും. കുഴപ്പമില്ലല്ലോ? യെസ് സർ, പ്ലീസ്. സാർ പേടിക്കേണ്ട ആവശ്യമില്ല. സാറിൻ്റെ മനസ്സുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. പകരം നമുക്ക് ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ വായിക്കാം. പുറകിലേക്ക് നോക്കരുത്. ആ പുസ്തകത്തിലുള്ള കുറേയധികം പേജുകളുണ്ട് അല്ലേ? കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ അല്ലേ? സാറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പുസ്തകം ഉണ്ട് അല്ലേ? ആ പുസ്തകത്തിനകത്ത് നിന്ന് താങ്കൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേജ് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തോ? ഏതാണ് സാർ പേജ് നമ്പർ? 38. മാറ്റണം തോന്നിയെങ്കിൽ മാറ്റാം. മാറ്റണോ? വേണ്ട. സാർ ഈ 38-ൽ 4ാമത്തെ വരി തുടങ്ങുന്നത് ഡിഫറെന്റ് എന്നാണോ? അല്ല. 38 4ാമത്തെ വരി 38 അല്ല. സാർ ഒന്ന് ചേർന്ന് നിൽക്കാവോ? ഓക്കെ, കറക്റ്റ്. ഇങ്ങനെ ചേരരുത്, കുറച്ചുകൂടെ. സാർ അതിന്റെ ലാസ്റ്റ് വേർഡ് നോക്കാം. ഡെഡ് എന്നാണോ? അതെ. കണ്ടോ, മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടെ നോക്കാം. സാർ അടുത്ത പേജ് എടുത്തോളൂ. കിട്ടിയോ? 22. ഏതാ? 22. മാറ്റണമെന്നുണ്ടോ? വേണ്ട. സാർ 22-ല്
നാലാമത്തെ വരി തുടങ്ങുന്നത് ഐ ഹാവ് എന്നാണോ? യെസ്. കണ്ടോ? അപ്പൊ ഈ കണ്ണട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ല, ബുക്കൊക്കെ ബൈ ഹാർട്ട് അല്ലേ? ബുക്ക് വൈകാത്താണ്. കാര്യം മനസ്സിലായില്ലേ? ഒന്നുകൂടെ നമുക്ക് നോക്കാം പ്ലീസ്. സാർ ലാസ്റ്റ് വൺ. സാർ അടുത്ത പേജ് നമ്പർ ഓക്കെ. ഏതാണ്? 44. മാറ്റണമെന്ന് തോന്നിയാൽ മാറ്റാം. നോ, വേണ്ട. വേണ്ട. സാർ അതിൻ്റെ ലാസ്റ്റ് വേർഡ് ഐ വിൽ എന്നായിരിക്കും. യെസ്. യെസ്. സാർ എങ്ങനെ മനസ്സിലായി? എങ്ങനെയാണ് മാജിക് ചെയ്യാൻ പറ്റുന്നത്? ഭയങ്കര ചൂടാണല്ലേ? സാറത് സാറിൻ്റെ പുസ്തകം ഉണ്ടല്ലോ അല്ലേ? സെയിം. ഓക്കെ, കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ പലരും പറഞ്ഞു പറ്റിക്കുന്നത് അല്ലേ? ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് നയിപ്പിക്കാൻ നമുക്ക് ഒരുപാട് ആളുകളുണ്ടാവും. അതുകൊണ്ട് ശരിയും തെറ്റും തിരിച്ചറിയണമെന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് മാജിക് ചെയ്യുന്നത് സാർ? സെയിം ബുക്ക് സെയിം ബുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാജിക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? സാർ ഒന്ന് ഇപ്പുറത്ത് നിന്നോളൂ. യെസ്, ഞാൻ എടുക്കാം പേജ് നമ്പർ 34. സാർ പ്ലീസ്. It's empty. ഓക്കെ പ്രിയമുള്ളവരെ, നത്തിങ് ഇൻസൈഡ്. താങ്ക് യു. Thank you, sir. സാറിൻ്റെ കയ്യിലൊരു 500 റുപ്പീസ് നോട്ട് എടുക്കാനുണ്ടാവും. Sure. തരാവോ? അത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ കൈ കൊടുത്തു വിടാവോ? മോനെ പ്ലീസ് വാ, വേഗം വാ, മുകളിലേക്ക് വാ. ആ നോട്ടിനകത്ത് നമ്പർ അറിയാവോ? ഇതേ ഇവിടെ കാണുന്നത്. ഇത് ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാവോ ഈ നമ്പർ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. 5MK 958342. ഒന്നുകൂടെ 958342. 958342 അല്ലേ? യെസ്. ഇത് ആരുടെയാണ് നോട്ട്? ആരുടെ കറൻസി? എൻ്റെ അച്ഛൻ്റെ. അച്ഛൻ്റെ ആണ്. ഈ അച്ഛൻ്റെ കറൻസി ഞാൻ തൽക്കാലം ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് വെച്ച് തരാം കേട്ടോ. പിടിച്ചോ. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുമോ? ഇല്ല. ഇല്ല. പിടിച്ചോ. യെസ്, റൈറ്റ്. സാർ ഇപ്പോൾ സാറിൻ്റെ 500 രൂപ നോട്ട് എവിടെ ഉണ്ട്? എൻ്റെ മകൻ്റെ കയ്യിലുണ്ട്. യെസ്. ഓക്കെ പ്രിയമുള്ളവരെ, ആ 500 റുപ്പീസ് നോട്ട് ആരുടെ കയ്യിലുണ്ട്? സാറിൻ്റെ മോൻ്റെ അടുത്തുണ്ട് അല്ലേ? ആ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? നോട്ട് ചെയ്തില്ലേ നമ്പർ? യെസ്. അപ്പോൾ സാർ, താങ്കളുടെ മകൻ്റെ കയ്യിൽ ആ നോട്ട് ഉണ്ടാവും. മോൻ അച്ഛന് കൊടുത്തേക്ക് ആ നോട്ട്. ഇപ്പം ആ നോട്ട് ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലുണ്ട്? ഫാദറിൻ്റെ കയ്യിലുണ്ടല്ലേ? സാർ 500 രൂപ നോട്ട് എടുത്താൽ സിൽക്ക് ഒന്ന് തന്നോളൂ. നോട്ട് എടുത്തിട്ട് സിൽക്ക് തന്നോളൂ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഞാൻ എടുത്തിരുന്നു നോട്ട്. ആ കാണുന്ന കുറച്ചധികം ഓറഞ്ച് ഉണ്ടല്ലേ? മോൻ ഇഷ്ടമുള്ളൊരു ഓറഞ്ച് എടുത്തേക്ക്. ആ മതിയോ? യെസ്. കൈയടിക്കൂ. ആ 500 റുപ്പീസ് നോട്ട് ഇവിടെ ഉണ്ട്. സാർ എൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. 958342. കറക്റ്റ് ആണോ? ഓക്കെ, താങ്ക് യു. വേറെ വേണോ? ഓ, താങ്ക് യു വെരി മച്ച്. പ്ലീസ്. താങ്ക് യു. Thank you, sir. താങ്ക് യു. ഓക്കെ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു മാജിക്കാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ബോക്സിനകത്ത് ഒരാളുണ്ട്. ആരാണത്? ലാലേട്ടൻ അല്ലേ? ഇതിനകത്ത് ഒരാളുണ്ട്. ആരാ? ആരാ? ഓക്കെ, മമ്മൂട്ടി ഇഷ്ടമുള്ള ആളുകളൊന്ന് കൈയടിക്കാവോ? മോഹൻലാലിന് ഇഷ്ടമുള്ളവർ? ഗുഡ്. യെസ്, നമുക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണ്. ഞാൻ ഇതിനെ ഈ ബോക്സ് ഉപയോഗിച്ചൊന്ന് കവർ ചെയ്യുന്നുണ്ട്. മറ്റേതും ഞാനൊന്ന് കവർ ചെയ്യുകയാണ്. ഇനി ഞാൻ മമ്മൂട്ടിയെ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുന്നുണ്ട്. ദെൻ മോഹൻലാൽ ഇവിടെയുണ്ട്. ഇവിടെ മമ്മൂട്ടിയായി. ദെൻ ഇവിടെ മോഹൻലാൽ. ഒന്നുകൂടെ കാണിക്കണോ?
എന്താ പറഞ്ഞേ? എന്ത് തിരിക്കാനാ പറഞ്ഞേ? എങ്ങനെ? ഓക്കെ, തിരിക്കാനാണോ പറഞ്ഞത്? തിരിക്കണോ? നേരത്തെ പറഞ്ഞ പോലെ ആവരുത്. ഏതിൻ്റെ ബാക്കാണ് കാണിക്കണ്ടേ? ഫോട്ടോൻ്റെ ബാക്കാണല്ലേ? യെസ്, റൈറ്റ്. യെസ്, ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണല്ലേ? ഓരോ കാര്യത്തിനും വളരെയധികം ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കണം, വേണ്ടാത്ത കാര്യങ്ങൾ തള്ളിക്കളയണം. ദുഃഖങ്ങൾ നമ്മളെ തേടിയെത്താറുണ്ട്, സന്തോഷം നാം കണ്ടെത്തുക തന്നെ വേണം. ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിരവധി സന്തോഷകരമായ നിമിഷങ്ങളാണ് അല്ലേ? എല്ലാവരും ഈ വിരൽ ഇങ്ങനെ പിടിക്കാവോ? 2 കൈ ഉപയോഗിച്ച് എല്ലാവരും, എവരിവൺ പിടിച്ചോ? ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു വിരലിലേക്ക് മാത്രം നോക്കുക. ഏതെങ്കിലും ഒരു വിരലിലേക്ക് മാത്രം നോക്കുമ്പോൾ എന്തു സംഭവിക്കും നോക്കാം. 2 വിരലുകൾ ഏതെങ്കിലും ഒരു വിരലിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാമോ? ഏതെങ്കിലും ഒരു വിരലിലേക്ക് മാത്രം. എല്ലാവരും ശ്രദ്ധിക്കൂ. ഒരു വിരലിലേക്ക് മാത്രം നോക്കുന്ന സമയത്ത് മറ്റു വിരൽ അതിനെ പതുക്കെ പതുക്കെ ടച്ച് ചെയ്യുന്നതായി കാണാം. വിരൽ മുട്ടിയോ? തമ്മിൽ മുട്ടിയോ? ഒരു കൈ ഓർത്തോ കാണട്ടെ. ഓക്കെ, അതുകൊണ്ട് ഏത് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുക. വീണ്ടും രക്ഷിതാക്കളായ മാതാപിതാക്കളിൽ നിന്ന് ഒരു അമ്മയുടെ സഹായം ഞാൻ തേടുകയാണ്. ആരെങ്കിലും? യെസ് മാം, വേഗം വരൂ. ഹലോ മാം, എന്താണ് പേര്? ഹായ്, ദിവ്യ. ദിവ്യ, പ്ലീസ്. ഓക്കെ, ഞാൻ ദിവ്യ മാഡത്തിന് വിളിച്ചത് ഒരു മാജിക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ അല്ലേ? എൻ്റെ കയ്യിലൊരു മാലയുണ്ട്. ഒരു മാല എന്ന് പറയുന്ന ഒരുപാട് മുത്തുകൾ ചേർന്ന് കോർത്തിണക്കിയതാണ് ഒരു മാല. നമ്മളിവിടെ നിന്ന് കൂടിയതുപോലെ അല്ലേ? സ്നേഹം ഉണ്ടാകണമെങ്കിൽ, സൗഹൃദം ഉണ്ടാകണമെങ്കിൽ നാം എല്ലാം ഒരു മാല പോലെ ഒറ്റക്കെട്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ മാലയുടെ മുത്തുകൾ ഓർത്ത് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ആദ്യം. അതിനുശേഷം ഇതിൻ്റെ മുത്തുകൾ ഞാൻ ഈ ഗ്ലാസ്സിനകത്തേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. വളരെ വ്യക്തമായി നിങ്ങൾക്കിത് കാണാം. മാം ഒന്ന് ഉയർത്തി പിടിച്ചോളൂ അല്ലേ? ശേഷം ഇതിൻ്റെ ടങ്കീസ് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. വീണ്ടും ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത കഷ്ണങ്ങൾ ഞാൻ ഈ ഗ്ലാസ്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാഡത്തിൻ്റെ പേരെന്തായിരുന്നു? ദിവ്യ. ദിവ്യ മാം, ഈ മാജിക് ചെയ്യുന്നത് ആരാണ്? ദിവ്യ മാഡമാണ്. മാഡം, മാജിക്കിൻ്റെ മന്ത്രം അറിയാമോ? അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. അബ്രാക്കഡബ്ര ഹോക്കസ് പോക്കസ്. അബ്രാക്കഡബ്ര ഹോക്കസ് പോക്കസ്. ഓക്കെ പ്രിയമുള്ളവരെ, മാജിക്കിന് മന്ത്രങ്ങൾ ആവശ്യമില്ല, ആവശ്യങ്ങൾ തന്ത്രങ്ങളാണ്. മാജിക്ക് ഇങ്ങനെ ഒന്ന് ആക്ഷൻ കാണിക്കാവോ? പതുക്കെ ഗ്ലാസ്സിനകത്ത് കിട്ടുള്ളൂ. ദെൻ ഒന്നുകൂടെ കാണിക്കാം. യെസ്, മാഡത്തിന് കോമഡിയാണ് ഇഷ്ടം തോന്നുന്നു അല്ലേ? പതുക്കെ കൈയൊന്നും ഇങ്ങനെ പിടിക്കാവോ? പതുക്കെ വായ ഒന്ന് അടിച്ച് പിടിക്കാവോ? ഗ്ലാസിൻ്റെ വായ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം. ഓക്കെ പ്രിയമുള്ളവരെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. നാം എല്ലാം അഴിഞ്ഞുപോയ മുത്തുക്കൾ പോലെ ആവാതെ ഒരു മാല പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? പുരോഗതി ഉണ്ടാകണമെങ്കിൽ, സ്നേഹം ഉണ്ടാകണമെങ്കിൽ നാം ഒരുമിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ആണ് ഈ മാജിക്കിലൂടെ സൂചിപ്പിക്കുന്നത്. ദിവ്യ മാം, ഈ മാജിക് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ചെയ്തില്ല. പ്ലീസ് ടേക്ക് ഇറ്റ്. എടുത്തോളൂ. ഓക്കെ, യെസ്. ദിവ്യ മാം, താങ്കളുടെ ഹസ്ബൻഡ് ഉണ്ടോ ഇവിടെ? ഉണ്ടോ? താങ്കളുടെ പാർട്ട്ണർ ഉണ്ടോ ഇവിടെ? ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാളെ ഇങ്ങോട്ട് വിളിക്കാവോ? മുതിർന്ന ആളുകളെ. എന്താണ് പേര്? സർവേഷ്. സർവേഷ്, എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ പഠിക്കുന്നു, ഈ സ്കൂളിൽ പഠിക്കുന്നു. ഏതാണ് പഠിക്കുന്നത്? ഞാൻ 9ലേക്ക് വന്നു. 9ാം ക്ലാസ്സിൽ നിന്ന് 10ലേക്ക് പോവുകയാണ് അല്ലേ? രണ്ടുപേർക്കും നല്ലൊരു കയ്യിൽ കൊടുത്തേക്ക്. 8 നിന്ന് 9ലേക്കാണ്. ഓക്കെ, എൻ്റെ കയ്യിലൊരു കയറ് പരിചയപ്പെടുത്തുകയാണ്. ഈ കയറ് ഒന്ന് പിടിക്കാവോ? ടൈറ്റ് ചെയ്ത് പിടിച്ചോ. ആർക്കാണ് ബലമുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ? പ്ലീസ് നന്നായിട്ടൊന്ന് വലിച്ചേക്ക് നോക്കട്ടെ. രണ്ടാർക്ക് ഈക്വലാണോ ബലം? നോക്കട്ടെ, വലിക്കാൻ. യെസ്, റൈറ്റ്. ചുമ്മാ വലിപ്പിച്ചതാണ്. ഞാൻ ഈ റോപ്പ് ബലമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. ശേഷം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന എൻ്റെ കയ്യിൽ ഒരു ചെയറുണ്ട്. മാഡം പ്ലീസ് പിടിച്ചോ. ഇതേ ആ റോപ്പിൻ്റെ മേലെ ഒരു നോട്ടിട്ടേക്ക്, ഇതിന് മുകളിൽ കൈൻ്റെ മേലെ മതി. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് നോട്ട്. ഇങ്ങനെയല്ല, ഈ കയർ കൂടി ചേർത്തിട്ട് ഇങ്ങനെ എൻ്റെ വിരൽ മാറ്റി. ഒരു കെട്ടിട്ടേക്ക് മോനോ. കെട്ട്. ഫുൾ ടൈറ്റ് ചെയ്തോ. ഫുൾ ടൈറ്റ് ചെയ്തേക്ക്. മതിയോ? ഒരു നോട്ട് കൂടി ഇടാം. യെസ്,
ഒരു നോട്ട് ഇട്ടോളൂ. ആ ആ വലിച്ചോ. ആ ഇനി ഇടണം തോന്നുന്നുണ്ടോ? ഇല്ല. വേണോ? വേണ്ട. മാഡം എന്ത് ചെയ്യുന്നു? സൈക്കോളജിസ്റ്റാണ്. കുഴപ്പമില്ല. ശരി. ഇനി നോട്ട് ഇടണം തോന്നുന്നുണ്ടോ? വേണ്ട. എൻ്റെ പുറകിൽ ഒരു കോട്ടുണ്ട്, ഇതെടുത്തൊന്ന് കവർ ചെയ്യാവോ? ഈ നോട്ടൊന്ന് കവർ ചെയ്യാവോ? ഈ റോപ്പ് അത് വെച്ചൊന്ന് കവർ ചെയ്തോളൂ. മാഡം ആയാലും കുഴപ്പമില്ല, ആരായാലും കവർ ചെയ്തേക്ക്. നന്നായിട്ടൊന്ന് കവർ ചെയ്തേക്ക്. ഫുള്ളായിട്ട് കവർ ചെയ്യണം. സമയം വാച്ച് നോക്കാനുണ്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, നന്നായി കെട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല, വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇല്ല, നോക്കിക്കോളൂ. ഇല്ല, എടുത്തോളൂ. കോട്ട് എടുത്ത് നോക്കിയോ? സംശയമുണ്ടോ? ഇല്ല, കെട്ടിയിട്ടുണ്ട് അല്ലേ? മാഡം ഇപ്പുറത്ത് വൻ മോൻ അപ്പുറത്ത് പോക്കോ. എന്താ? കെട്ടിയിട്ടുണ്ട് ഇല്ലേ? എന്താണ് സംശയം? കെട്ടിയിട്ടുണ്ട്. സംശയമുണ്ടോ നിങ്ങൾക്ക്? നോക്കിക്കേ, അവർ കെട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. മാഡം പ്ലീസ്. വലിച്ചേക്ക്. റോപ്പ് വലിച്ചു. കെട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഒന്നുകൂടെ കവർ ചെയ്തേക്ക്. കെട്ടിയിട്ടുണ്ട്. അല്ല, കെട്ടിയിട്ടുണ്ടല്ലോ മാഡം. കെട്ടിയിട്ടില്ലേ? കെട്ടിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം? കൈ പൊക്കിയോ? ഞാൻ കൈ പൊക്കിയോ? ഇല്ല. പൊക്കിയോ? ഇല്ല. ഹലോ, ഞാൻ കൈ പൊക്കി എന്നാണോ നിങ്ങൾ പറയുന്നത്? കൈ പൊക്കിയോ? കണ്ടില്ല. കണ്ടോ? അപ്പൊ ഇതുപോലത്തെ ആളുകളാണ് മാജിക് ചെയ്യാൻ ആവശ്യമുള്ളത്. യെസ്, രണ്ടുപേർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേക്ക് പ്ലീസ്. കുറച്ച് ചിത്രങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഓക്കെ, കണ്ടോ? ഇതിൽ കുറേയധികം ജീവികളുണ്ട് അല്ലേ? യെസ്, നമുക്കറിയാം ഇന്ന് ഡോഗുണ്ട്, കാറ്റുണ്ട്, ഹോഴ്സ് ഉണ്ട്, കൗ, റാറ്റ്, ബാറ്റ് അല്ലേ? മോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിലേക്ക് മനസ്സ് കൊണ്ടുവരാമോ? ഒരു ചിത്രം. അതെന്നോട് പറയരുത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. മോൾ ചിന്തിച്ച ചിത്രം ഏതാണെന്ന് ഞാനിവിടെ മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അതാണോ അല്ല. ഇതാണോ? അല്ല. ഡോഗല്ല. യെസ്, ഐ തിങ്ക് ദിസ് വൺ. അല്ല. അയ്യോ. യെസ്, ഞാൻ ചിന്തിക്കുന്നു. ബാറ്റല്ല. ഓ അല്ല. കാറ്റ്. യെസ്, മോൾ എന്താണ് ചിന്തിക്കുന്ന കാര്യം മുൻകൂട്ടി ഞാൻ ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നു കാറ്റ്. ഈ ബലൂൺ ഒന്ന് ഊതി വീർപ്പിക്കാവോ നന്നായിട്ട്? ഓക്കെ. മോളുടെ പേരെന്താ? നീല. ഓക്കെ, ഇങ്ങോട്ട് വാ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 6ലേക്കാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഈ ബലൂൺ ഞാൻ ഇതിനകത്ത് വെച്ച ശേഷം ഞാൻ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മോനി ബെല്ലി പിടിച്ചോ. വാ, ജസ്റ്റ് ഇങ്ങനെ വിരൽ പിടിക്കാവോ? പതുക്കെ ഇങ്ങനെ വെച്ചേക്ക്. യെസ്. ആഹാ. ഓക്കെ, യെസ്, റൈറ്റ്. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4th-ലാണ്. 4th പഠിക്കാൻ എത്ര വർഷമായി? അല്ല, 5th-ലേക്ക്. ഉറപ്പല്ലേ? ആ ബെല്ലൊന്ന് അടിച്ചു നോക്കിയേ. നന്നായിട്ട് അടിക്കുന്നുണ്ട് അല്ലേ? ഒരു ചെറിയ വിരൽ കാണിച്ചേക്ക്. അടിച്ചു നോക്ക്. ബുദ്ധിമുട്ടാണ് അല്ലേ? കുഴപ്പമില്ല, പിടിച്ചോ. ഈ ബെല്ലിനൊരു പ്രത്യേകതയുണ്ട്. സത്യം പറയുന്ന ഒരു ബെല്ലാണ്. നമുക്ക് നോക്കാം. ഹലോ, ഇയാൾ ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പറയാറുണ്ടോ? ഞാൻ ചിന്തിക്കുന്നു ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയോടാണ്. ആണോ? അമ്മയോടാണോ ഇഷ്ടം? ആഹാ. ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധ്യമാണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ബെല്ലിനോട്? ഒന്നും ചോദിക്കാനില്ല.
യെസ്, ഈ ക്യാമ്പ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടല്ലേ, മോളിങ്ങോട്ടോ. ഇത് നല്ല ഗ്ലാസ് അല്ലേ? ഉറപ്പുള്ള ഗ്ലാസ് ആണോ? തൊട്ട് നോക്കിയേ. യെസ്, നമുക്കെല്ലാവർക്കും കൂടി ആ ഗ്ലാസ്സിനകത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കാവോ? എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഗ്ലാസ്സിലേക്ക് നോക്കിയേ. ഓക്കെ, പ്രിയമുള്ളവരെ, ഇത്രയുള്ള കാര്യം. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അക്കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും എന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുക, കൈകാര്യം ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഓക്കെ, അടുത്തൊരു മാജിക്കോട് കൂടി നമുക്ക് മാജിക് അവസാനിപ്പിക്കാം. എന്താണ് പേര്? ദൃശ്യ. ദൃശ്യം എന്ത് ചെയ്യുന്നു? ഞാൻ 8th ഇനി 9th ദൃശ്യം ഞാൻ വിളിച്ചിരുന്നത് എന്നോട് കുറച്ച് നേരത്തെ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തമാശ പരിപാടിയായ വെൻട്രിലോഗിസം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വെൻട്രിലോഗിസം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ദൃശ്യ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാം. കുഴപ്പമില്ലല്ലോ, നല്ല കുട്ടിയാണ്. യെസ്, ദൃശ്യ പ്ലീസ്. കറക്റ്റായല്ലോ അല്ലേ? ദൃശ്യം ഞാനൊന്ന് ഫ്രീക്കനാക്കി വിടാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ കലാരൂപത്തിന് പറയുന്ന പേര് എന്താണെന്ന് അറിയാവോ? ആ, ഈ കലാരൂപത്തിന് പറയുന്ന പേര് വെൻട്രിലോഗിസം എന്നാണ്. മനസ്സിലായോ? ആണോ? ആ, എന്താണ്? ഹലോ, സുഖമാണോ? ആണോ? ആര് പറഞ്ഞു? ആണോ? എന്താണ്? പഠിക്കുന്നുണ്ടോ? ആര് പറഞ്ഞു? ആണോ? ഹലോ, സുഖമാണോ? എന്താ? ആരും കയ്യടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ വന്നത് വെൻട്രിലോഗിസം എന്ന് പറയുന്നത്. ഈ വെൻട്രിലോഗിസം എന്ന് പറയുന്നത് ഒരു പുരാതന ഈജിപ്ഷ്യൻ കലാരൂപമാണ്. മനസ്സിലായോ? എന്താണ്? പുരാതന ഈജിപ്ഷ്യൻ കലാരൂപമാണ്. ഓക്കെ, പഠിക്കുന്നുണ്ടോ? എന്തിനാ പഠിക്കുന്നത്? അറിയില്ല. ആണോ? ഓക്കെ, വലുതായാൽ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു? ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആണോ? അപ്പൊ എന്താണ് ആഗ്രഹം? കല്യാണം കഴിക്കണം. ആണോ? അതിനെന്താ പ്രശ്നം? വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടുകാർ സമ്മതിക്കില്ല? എന്താണ്? ആണോ? ഓക്കെ, എന്താ? അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് വെൻട്രിലോഗിസത്തെ കുറിച്ചാണ് അല്ലേ? അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. എന്താ? അതാ നല്ലത്. ആണോ? എന്താ? എല്ലാരും ചിരിച്ചേ. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ ഇയാളെ വിടാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് വെൻട്രിലോഗിസം എന്ന് പറയുന്നത് കേട്ടോ. ഹലോ, ഹലോ, ആഹാ, എന്താ? എല്ലാവർക്കും നമസ്കാരം പറയും. എന്താ? ആരും കൈയടിക്കുന്നില്ല. ഓക്കെ, എങ്കിൽ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞേക്ക്. കൈയടിക്കാത്തവർക്ക് ആഹാ, എന്നെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേക്ക്. എൻ്റെ പേര് ഹേയ്, നാണം കെടുത്തരുത്. എടാ, നിന്റെ പേരാണ് കുരങ്ങൻ. ഹേയ്, നിന്റെ പേരാണ് കുരങ്ങൻ. ഓക്കെ, എൻ്റെ പേരാണ് കുരങ്ങൻ.
ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മജീഷ്യൻ ശരവൺ പാലക്കാട് എന്നാണ്. നിന്റെ പേര് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടിൻറ്റു എന്നാണ് എൻ്റെ പേര്. എൻ്റെ പ്രിയപ്പെട്ട കൊരങ്ങനാ. അച്ഛനാ. നിങ്ങളാരും ചിരിക്കേണ്ട ആവശ്യമില്ല. കൊരങ്ങനും മനുഷ്യനും എല്ലാം ഒരേ വർഗ്ഗക്കാരാ. എന്താ ആ മനുഷ്യനൊക്കെ താല്പര്യമില്ല. എന്താ താല്പര്യമില്ലാത്ത? നിന്റെയൊക്കെ സ്വഭാവം കണ്ടിട്ട്. ഓക്കെ, നമ്മളൊക്കെ ഇവിടെ കൂടി ആളുകൾ എന്താണ് പറയേണ്ടത്? സുന്ദരി സുന്ദരന്മാരെന്ന് കൈയടിക്കും. സുന്ദരി സുന്ദരന്മാരെന്ന് കൈയടിക്കാൻ എന്താ? ആ ചേച്ചി കൈയടിക്കുന്നു. ആ ചേച്ചി കൈയടിക്കുന്നോ? എന്താണ് പ്രശ്നം? സുന്ദരിയാണെന്നാ വിചാരം. ആണോ? സൗന്ദര്യം എന്ന് മനസ്സിലല്ലേ? എന്താ സൗന്ദര്യം വെച്ചാൽ മനുഷ്യൻ നോക്കൂല. ആണോ? അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാളൊന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടണം. ആര്യാ? നോക്കട്ടെ ആരാ? നോക്കട്ടെ. ഓക്കെ, ആരാ? ആ കറുത്ത ടീഷർട്ട് ഇട്ട പെൺകുട്ടി. കറുത്ത ടീഷർട്ട് ഇട്ട പെൺകുട്ടിയോ? എന്താണ് ചോദിക്കേണ്ടത്? ആണോ? മോളോട് ചോദിക്കട്ടെ, കാര്യം എന്താ? മോളുടെ പേരെന്താ? മയഗ. എന്താണ്? എന്ത് ചെയ്യുന്നു? 8ൽ പഠിക്കുന്നു. എന്താ? ആണോ? എന്തിനാണ് പഠിക്കുന്നത്? അറിവ് നേടാൻ. അറിവ് നേടാൻ. അറിവ് കിട്ടിയോ? കിട്ടിയോ? ഒച്ചത്തിൽ പറയും. കിട്ടി. എങ്കിൽ പഠിത്തം നിർത്തിക്കൂടെ? ആരാ പഠിക്കുന്ന പറയുന്ന? അച്ഛനാണോ അമ്മയാണോ? ആരും പറയാറില്ല. ആണോ? ആരും പറയാതെ പഠിക്കുന്നവരാരൊക്കെയാണെന്ന് കൈയുയർത്തി കാണട്ടെ. യെസ്. എന്താണ്? അതാണ് നല്ല കുട്ടികൾ. കാരണം നിങ്ങളുടെ ധർമ്മം എന്താണ് ഇപ്പോൾ? പഠിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് പഠിക്കണം, ധാരാളം കളിക്കണം, അല്ലേ? എന്താണ്? ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? മലയാളം പഠിക്കാറുണ്ടോ? എന്താ? ആണോ? ഏത് സബ്ജക്റ്റാ ഇഷ്ടം? ഏത് സബ്ജക്റ്റാ ഇഷ്ടം? സയൻസ് ആണ്. എന്താ? എന്നെ ഇഷ്ടമല്ലേ? ആണോ? ഓക്കെ. എന്താണ്? നാണോ ആകുന്നുണ്ടോ? എന്താ? ആണോ? നീ എന്തിനാ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് ആണോ പഠിക്കുന്നത്? എന്തിനാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? ഡോക്ടറാവാൻ വേണ്ടിയിട്ടാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് പറഞ്ഞു. പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക, നമുക്ക് എന്തെങ്കിലും രോഗം വരുന്ന സമയത്ത് വിദഗ്ധരായ ഡോക്ടർമാരാണ് കാണേണ്ടത്. വ്യാജ ഡോക്ടറെ കാണാതിരിക്കുക, സ്വയം ചികിത്സ മരുന്ന്. മനസ്സിലായോ? ഈ ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? കളിക്കാൻ പറ്റി. ഏത് കളിയാ ഇഷ്ടപ്പെട്ടത്? മാജിക് കളിയായിരുന്നു. എന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്താ? എന്തിനാ പഠിക്കുന്നത്? ഓക്കെ. ആണോ? എങ്കിൽ പാട്ട് പാടാൻ അറിയോ? കളിക്കുന്നുണ്ട്. ജോയിൻ ചെയ്തിട്ട് കളിക്കുള്ളൂ. എവിടെ ജോയിൻ ചെയ്തിട്ട്? സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആരെങ്കിലും ഒരാളെ കൂടെ പരിചയപ്പെടാം, അല്ലേ? ആരാ? ആണോ? മോനോട് ചോദിക്കേണ്ട കാര്യം എന്താ? അദ്വൈതിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? എന്താ? കഴിഞ്ഞോ? ഇല്ല. എന്താ കഴിക്കാത്ത? വയസ്സായിട്ടില്ല. എന്താണ്? വയസ്സായിട്ടാണോ കല്യാണം കഴിക്കണം? ആണോ? എന്താണ്? എന്തേ? അപ്പൊ നിനക്ക് എത്ര വയസ്സായി? 12 വയസ്സിൽ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഏയ്, ആൺകുട്ടിക്ക് 21, പെൺകുട്ടിക്ക് 18 വയസ്സും കഴിഞ്ഞാൽ കല്യാണം പറ്റുമോ? അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധം ഒരുപാട് പ്രശ്നം കണ്ടാ? എന്താ? 32 വയസ്സായോ നിനക്ക്? എടാ, 12 വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റില്ലാന്ന്. എന്താ? ഗാന്ധി എത്ര വയസ്സിലെ കല്യാണം കഴിച്ച? 13 വയസ്സല്ലേ? അത് അന്നത്തെ സാഹചര്യം കൊണ്ടാ. എന്ത് നിന്റെ വീട്ടിൽ ആർക്കും കല്യാണം കഴിഞ്ഞു? ഓ, വീട്ടിൽ എല്ലാവരും കല്യാണം പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ കൂടി ആളുകൂടെ എന്ത് പറയണം? നന്ദി പറയണമെങ്കിൽ ഓക്കെ. എങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞേക്കി. ആണോ? അപ്പൊ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞേക്കി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത്തരത്തിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കി തന്ന അമൃത ടിവിയുടെ സംഘാടകരോടും മറ്റ് പ്രവർത്തകരോടും ഹൃദ്യമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായ സുന്ദരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.